നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടറോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടിന്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒട്ടും വൈകിക്കാതെ ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം വേണം. നിങ്ങളുടെ മുഖം ഈ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അതെ, ഇന്നത്തെ ഈ വായന വളരെയധികം സ്പെഷ്യൽ ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു പ്രണയ വായനയാണ്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇന്നത്തെ ഈ ഒരു എനർജി, ഓവറോൾ ഊർജം, അതുപോലെ തന്നെ പ്രണയത്തിന്റെ ഊർജം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ആണ് നിങ്ങളിത് കാണുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വളരെയധികം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഏറെ കാലത്തെ വെയിറ്റിംഗ് എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഏറെ കാലത്തെ വെയിറ്റിംഗ് എനർജി എന്ന് പറയുമ്പോൾ കുറേ നാളായി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മനോഹര നിമിഷത്തിന് വേണ്ടിയിട്ട്, നല്ലൊരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഊർജമാണ് എനിക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള സാഹചര്യം തന്നെയാണ് നമുക്കിതിലൂടെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഈ വ്യക്തി എന്തിനും തയ്യാറാണ് എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഇന്നത്തെ വായനയിൽ നിൽക്കുന്നത്. എന്തിനും തയ്യാറാണ്, അതായത് നിങ്ങളെ സ്വന്തമാക്കുവാനും ഇതിനു വേണ്ടിയിട്ട് പോരാടുവാനും തേർഡ് പാർട്ടിയായിട്ട് ശക്തമായി തന്നെ എതിർത്ത് നിൽക്കുവാനും, എന്തെങ്കിലും വ്യവസ്ഥകളോ ലിമിറ്റേഷൻസോ ഉണ്ടെങ്കിൽ അതെല്ലാം പാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്താൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ളത്. കാലചക്രം അനുകൂലമായി ഒന്ന് വരുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലും കാത്തിരിപ്പിലുമാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത്, ഒരുപാട് ദുസ്വപ്നങ്ങൾ അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിലുള്ള ചിന്തകൾ ഈ വ്യക്തിയെ ചില സമയത്ത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അത് വേറൊന്നുമായിട്ടല്ല, ഇതിൽ വന്നിരിക്കുന്ന ശത്രുക്കൾ, അതുപോലെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചില സമയങ്ങളിൽ നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും വന്ന് ഒന്ന് എത്തിയാൽ മതി എന്നുള്ള ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാണെങ്കിൽ വളരെയധികം വിഷമിക്കുന്ന, ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു. ഇവിടെ വളരെയധികം ഇമോഷൻസ് ആണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് സന്തോഷമാണെങ്കിൽ അങ്ങേയറ്റം, ദുഃഖമാണെങ്കിലും അങ്ങേയറ്റം. ഒരു മിതമായ രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ പോസിറ്റിവിറ്റി പറയുകയാണെങ്കിൽ ഈ വ്യക്തി എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മനോഭാവമാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് മുന്നിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടാകാം, നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ഒരു ഭീരുവിനെ പോലെ ഈ വ്യക്തി പുറമേ നിന്നുകൊണ്ട് മനസ്സിൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയും കണക്ക് കൂട്ടുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാം. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഊർജമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ടവർ മൂവ്മെന്റ് ആണ് കൂടുതലും കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു മാറ്റത്തെ ഇതിൽ നിന്നും കാണിക്കുന്നു. വളരെയധികം സ്നേഹത്തോടു കൂടി സ്നേഹിച്ചും പരിചരിച്ചുമൊക്കെ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയുള്ള വെമ്പലാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നല്ല രീതിയിലുള്ള ഒരു മനോധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ ഏത് നിമിഷവും താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം, ഇഷ്ടദൈവത്തെ എല്ലാ ദിവസവും ഭജിക്കുന്നുണ്ടാകാം. ഇതേ കാര്യം തന്നെ നിങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ആകർഷണത്തോടു കൂടി തന്നെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം തന്നെ ആയതുകൊണ്ട് പലതരത്തിലുള്ള തയ്യാറെടുപ്പുകളും ഈ വ്യക്തി എടുക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അതുമാത്രമല്ല, തന്റെ സ്വന്തം കാലിൽ അടിയുറച്ച് നിൽക്കുവാൻ വേണ്ടിയിട്ട്, കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുത്തതായിട്ട് കാണിക്കുന്നു. ഇല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയായിരിക്കാം, സ്വന്തമായിട്ടൊരു ഭവനമായിരിക്കാം, അങ്ങനെ എന്തൊക്കെയോ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ കരസ്ഥമാക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും ഈ വ്യക്തിക്ക് വളരെയധികം മനോധൈര്യം, സ്വാതന്ത്ര്യം, കൃത്യത, ധൈര്യം, ആത്മവിശ്വാസം
അതുപോലെ പറയുന്ന കാര്യങ്ങൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള ഒരു മനോധൈര്യമാണ് ഈ വ്യക്തിക്ക് ഉള്ളത്. ഇത് നിങ്ങളുമായിട്ട് ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ട് അത്ഭുതകരമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താനായിരിക്കാം ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളും ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെതായിട്ടുള്ള അടയാളങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഇതിനോടകം പല പ്രാവശ്യവും പല സാഹചര്യത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നു. അതുപോലെ നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ കാണുമ്പോഴും ഈ വ്യക്തിയെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഈ വ്യക്തിയുടെ മുന്നിലും പലതരത്തിലുള്ള അടയാളങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ്, അതിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത്. മറ്റുള്ളവരിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നതായിട്ട്, അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങളുടെ മുന്നോട്ടുള്ള പദ്ധതികളും അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാടും തീരുമാനങ്ങളും എന്താണ് എന്നുള്ളത് പറയുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറിയുവാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ നിങ്ങളെ ഇടക്കിടക്ക് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അന്വേഷിക്കുന്നതായിട്ടും മറ്റു പലവരിൽ നിന്നും നിങ്ങളെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ എടുക്കുന്നതായിട്ടും വിശദാംശങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോട് താല്പര്യമുണ്ട് എന്നുള്ളത് ഇന്നത്തെ വായനയിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ കുതിരയുടെ ഊർജമാണ്, കുതിര അതുപോലെ സിംഹം എന്നിവയുടെയൊക്കെ ഊർജമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. വളരെയധികം വേഗതയെയും വളരെയധികം ധൈര്യത്തെയും കാര്യക്ഷമതയെയും മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കി എടുക്കുവാൻ ഉള്ള ആ ഒരു ബുദ്ധിയെയും ശാരീരികപരമായ ശക്തിയെയും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഇന്നത്തെ വായന ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ വ്യക്തിയുടെ ഊർജം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. നിങ്ങളെ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചല്ലോ എന്ന ഉള്ളൊരു സന്തോഷത്തിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം നിങ്ങളുമായിട്ട് പല കാര്യങ്ങളിൽ ഈ വ്യക്തി തർക്കത്തിന് നിന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കാര്യവും അംഗീകരിക്കാതെ വേറെ പല ഡയറക്ഷനിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി യഥാർത്ഥ സത്യമാണ് മനസ്സിലാക്കുന്നത്. കാരണം യഥാർത്ഥ സ്നേഹം ആർക്കായിരുന്നു എന്നും യഥാർത്ഥ സാഹചര്യം ആർക്കായിരുന്നു എന്നും ആർക്കാണ് ഈ പേഴ്സണോട് സത്യസന്ധമായ സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതും അങ്ങനെ ഒരുപാട് സത്യങ്ങൾ, ഒരുപാട് ഊർജങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അപ്പൊ ഇത് തന്നെയാണ് ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നോ കോണ്ടാക്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വേർപെട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ യാതൊരു കാരണവശാലും നിങ്ങളെ കുറിച്ച് ഓർക്കില്ല അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. കാരണം ഈ വ്യക്തിക്ക് ഉറപ്പായിട്ടും നിങ്ങളെ വേണം എന്നുള്ള മനോഭാവത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ചില സമയങ്ങളിൽ പ്രകടിപ്പിക്കുന്ന രീതി വളരെയധികം വ്യത്യസ്തമാണ്. ചില സമയത്ത് നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ വ്യക്തിക്ക് വളരെയധികം പ്രണയമാണ് നിങ്ങളുടെ അടുത്ത്. ചില സമയത്ത് തോന്നിയേക്കാം നിങ്ങളോട് യാതൊരു തരത്തിലുള്ള പ്രണയവും ഈ വ്യക്തിക്ക് ഇല്ല എന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മൂഡ് സ്വിങ്സ് വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്വഭാവ പ്രകൃതം മാറി മറിയുന്ന ഒരു വ്യക്തിയായിട്ട് കാണപ്പെടുന്നു. അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം സൽഗുണ സമ്പന്നതയുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.